സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാന പുരോഹിതന്മാരും മൂപ്പന്മാരും യേശുവിന്റെ അടുത്ത് വരുന്നത് കാണുമ്പോൾ അത് ഒരു മാന്യമായ കാര്യമായി തോന്നുമെങ്കിലും അവരുടെ ചോദ്യം വെല്ലുവിളി നിറഞ്ഞതാണ്. എന്ത് അധികാരത്താൽ നീ ഇങ്ങനെ ചെയ്യുന്നു? ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തുനോക്കൂ. യേശു ദേവാലയം ശുദ്ധീകരിച്ചു, മേശകൾ മറിച്ചിട്ടു, പണമിടപാട് ചെയ്യുന്നവരെ പുറത്താക്കി, ആരാധനയെ ബിസിനസ്സാക്കി മാറ്റിയവരെ നേരിട്ടു. അതുകൊണ്ട് ഈ ചോദ്യം ദൈവശാസ്ത്രത്തെക്കുറിച്ചല്ല, അത് അധികാരത്തെക്കുറിച്ചാണ്. മതനേതാക്കൾ ഭീഷണി അനുഭവിക്കുന്നു. അവരുടെ സ്വാധീനം, വരുമാനം, നിയന്ത്രണം ഇതൊക്കെ ഇളകിപ്പോകുന്നു. എന്നാൽ യേശു അവർക്ക് നേരിട്ട് ഉത്തരം പറയുന്നില്ല. പകരം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ തുറന്നു കാണിക്കുന്നു. അവരുടെ പ്രശ്നം അജ്ഞതയല്ല, അത് അഹങ്കാരവും ഭയവുമാണ്. അവരുടെ ഹൃദയങ്ങൾ അടഞ്ഞിരിക്കുന്നു. അവർ സത്യത്തിനോട് ശ്രദ്ധിക്കുന്നില്ല, നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനോട് മാത്രം ശ്രദ്ധയുണ്ട്. ഈ സുവിശേഷം നമ്മെയും സ്പർശിക്കുന്നത് അതേക്കാണ്. കാരണം ചിലപ്പോൾ നമ്മൾ യേശുവിന്റെ അധികാരത്തെ ചെറുക്കുന്നു, വാക്കുകളാൽ അല്ല, ആശ്വാസത്തിലും വിജയത്തിലും പ്രശസ്തിയിലും പെട്ടുപോകുന്ന രീതികളാൽ. വിശുദ്ധ പൗലോസ് പറയുന്നു, പണത്തോടുള്ള സ്നേഹമാണ് എല്ലാ തിന്മകളുടെയും വേരോട്. പണം തന്നെ മോശമല്ല, അതിനോടുള്ള നമ്മുടെ അടുപ്പമാണ് നമ്മെ അന്ധരാക്കുന്നത്. പണമോ പദവിയോ സ്വാധീനമോ വിഗ്രഹങ്ങളായി മാറുമ്പോൾ അവ നിശബ്ദമായി നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്ഥാനം കവർന്നുകൊള്ളുന്നു. ഇന്ന് യേശു നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ ആരുടെ അധികാരത്തിന് കീഴെ ജീവിക്കുന്നു? നിങ്ങൾ ശരിക്കും എന്റെ സ്വന്തമാണോ? അതോ നിങ്ങളുടെ ജീവിതത്തെ മറ്റെന്തെങ്കിലും ഭരിക്കുന്നുണ്ടോ? ഭയമോ, അത്യാഗ്രഹമോ, അഹങ്കാരമോ? യഥാർത്ഥ ശിഷ്യത്വം ഒരു തിരഞ്ഞെടുപ്പല്ല. അതിനർത്ഥം എല്ലാം, നമ്മുടെ പദ്ധതികളും അഭിലാഷങ്ങളും ഭയങ്ങളും പോലും ക്രിസ്തുവിന് സമർപ്പിക്കുക എന്നാണ്. അപ്പോഴാണ് അവന്റെ സ്നേഹം നമ്മെ സന്തോഷത്തോടെ, നീതിയോടെ, കരുണയോടെ ജീവിക്കാൻ സ്വതന്ത്രരാക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ സുവിശേഷം സഭയിലെ നമ്മുടെ നേതാക്കളെയും ഏതെങ്കിലും വിധത്തിൽ സേവിക്കുന്ന നമ്മളെയും വെല്ലുവിളിക്കുന്നു. യേശു പണമിടപാടുകാരെ പുറത്താക്കി മാത്രമല്ല, ആത്മീയ അധികാരത്തിന്റെ ദുരുപയോഗമായ ഒരു ദുഷിച്ച വ്യവസ്ഥിതിയെ ശുദ്ധീകരിച്ചു. സഭയിലെ യഥാർത്ഥ നേതൃത്വം പദവിയോ നിയന്ത്രണമോ അല്ല, അത് സേവനം, വിനയം, ദൈവജനത്തോടുള്ള കരുതൽ എന്നിവയെക്കുറിച്ചാണ്. ഞാൻ ഓർക്കുന്നു, സഭയ്ക്ക് ഒരു ഭൂമി ദാനം ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വൃദ്ധ സ്ത്രീയോട് സംസാരിച്ച കാര്യം. ഹൃദയഭേദകമായി ഒരു പുരോഹിതൻ ആ സ്വത്ത് സ്വന്തം പേരിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചു, ക്രിസ്ത്യാനികളല്ലാത്ത ബിസിനസ് ആളുകളെ ഉപയോഗിച്ച് അത് മുദ്രകുത്താൻ. ആ സ്ത്രീക്ക് വളരെ വേദന തോന്നി. അവൾ സമ്മാനം പിൻവലിച്ച് വർഷങ്ങളോളം ആ മുറിവ് വഹിച്ചു. ആ വേദന യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരാൻ, കുരിശിൽ വയ്ക്കാൻ ഞാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. കാരണം പുണ്യസ്ഥലങ്ങളിലെ വിശ്വാസവഞ്ചനയിൽ നിന്നുള്ള മുറിവുകൾ സുഖപ്പെടുത്താൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. പക്ഷപാതം കാണിച്ചതിന് ധനികരോട് വേഗം ക്ഷമിക്കാൻ തയ്യാറാകുകയും ദരിദ്രരോട് നിസ്സംഗത കാണിക്കുകയും ചെയ്ത ഒരു കന്യാസ്ത്രീയെക്കുറിച്ചും ഞാൻ ചിന്തിക്കുന്നു. ഒരു ദരിദ്ര സഹോദരൻ അവളെ വെല്ലുവിളിച്ചപ്പോൾ അവൾ ക്ഷമിക്കാൻ തയ്യാറായില്ല. എന്നാൽ ധനികർ അങ്ങനെ ചെയ്തപ്പോൾ അവൾ എളുപ്പത്തിൽ അനുരഞ്ജനം ചെയ്തു. ഇതൊക്കെ ആളുകളെക്കാൾ പണത്തെ സ്നേഹിക്കുന്നതിന്റെ സൂക്ഷ്മമായ മുഖംമൂടികളാണ്. യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്നേഹം ആദ്യം ദരിദ്രർക്കും ദുർബലർക്കും മറന്നുപോയവർക്കും അവകാശപ്പെട്ടതാണ്. തിരുവെഴുത്ത് വ്യക്തമാണ്. സഭയിൽ നേതൃത്വം നൽകുന്നവർ സത്യസന്ധരായിരിക്കണം, സൗമ്യരും എളിമയുള്ളവരും പണത്തെ സ്നേഹിക്കാത്തവരും. അധികാരം പദവിയായി മാറുമ്പോൾ അത് വിശുദ്ധമാകുന്നത് നിർത്തുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ഇത് പുരോഹിതന്മാർക്ക് മാത്രമുള്ള സന്ദേശമല്ല, കുടുംബങ്ങളെയോ സമൂഹങ്ങളെയോ ശുശ്രൂഷകളെയോ നയിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നേതൃത്വത്തിന്റെ ഓരോ പ്രവൃത്തിയും ആധിപത്യം സ്ഥാപിക്കാനല്ല, സേവിക്കാനാണ്. എന്നിരുന്നാലും ഈ കാര്യങ്ങളിൽ ക്ഷമ എളുപ്പമല്ല. സഭാ നേതാക്കൾ പരാജയപ്പെടുമ്പോൾ വേദന ആഴമേറിയതാകുന്നു, കാരണം അവർ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. എന്നാൽ മുറിവ് ചെറുതാണെന്ന് നടിക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നില്ല, അത് അവനിലേക്ക് കൊണ്ടുവരാൻ അവൻ നമ്മോട് പറയുന്നു. ക്ഷമ എന്നത് മറക്കുക എന്നല്ല, അതായത് ക്രിസ്തുവിനെ നമ്മോടൊപ്പം ഭാരം വഹിക്കാൻ അനുവദിക്കുക, വേദനയെ സമാധാനമാക്കി മാറ്റുക എന്നാണ്. അതിനാൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, വേദനിപ്പിക്കുന്നവർക്കും നയിക്കുന്നവർക്കും വേണ്ടി. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനും അത്യാഗ്രഹം, അഹങ്കാരം, ഭയം എന്നിവ കത്തിച്ചുകളയാനും ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവം തന്റെ ദാസന്മാരെ സ്വർണം പോലെ ശുദ്ധീകരിക്കുന്നുവെന്ന് പ്രവാചകൻ മലാഖി പറയുന്നു. അങ്ങനെ അവരുടെ വഴിപാട് ശുദ്ധമാകട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. കല്ലുകൊണ്ട് നിർമ്മിച്ച നമ്മുടെ പള്ളികളെയും നമ്മുടെ ഹൃദയങ്ങളുടെ ക്ഷേത്രങ്ങളെയും കർത്താവ് ശുദ്ധീകരിക്കട്ടെ. ക്രിസ്തു മാത്രമാണ് കർത്താവെന്ന് നമ്മുടെ ജീവിതം വാക്കിലും പ്രവൃത്തിയിലും പ്രഖ്യാപിക്കട്ടെ. സ്വർണത്തേക്കാൾ ശക്തവും ശക്തിയേക്കാൾ ആഴമേറിയതുമായ അവന്റെ സ്നേഹം നമ്മിൽ എന്നേക്കും വാഴട്ടെ. ആമേൻ. If this reflection helped you, share it
and stay with us for the next echo of His Word.